Hi students, today I am starting the chapter-wise revision of Basic Numerical Methods of BCom BBA under University of Calicut. In this class, I am solving the previous questions of the chapter Equations. So, let us watch the video. First question, 2019 ചോദിച്ചതാണ്. Solve 15 divided by x plus 4 is equal to 10 divided by x minus 3. Okay, here the question 15 divided by x plus 4 is equal to 10 divided by x minus 3. Okay, first നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 15 into we write x minus 3. 15 into x minus 3 that is equal to നെക്സ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് 10 into x plus 4. Okay, then 15 into x, that is 15x. Okay, then 15 into minus 3 we get minus 45. That is equal to, here we multiply 10 into x, that is 10x. Then 10 into plus 4, that is we get 40 plus 40. Okay, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എക്സ് ടേം ഒരുമിച്ചും കോൺസ്റ്റന്റ് ടേം ഒരുമിച്ചും ആക്കുക. അപ്പോൾ ഇവിടുത്തെ 10x ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് കിട്ടുക 15x, ഹിയർ 10x, അപ്പോൾ എന്തായിട്ട് മാറും? മൈനസ് 10x എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 40 ഉണ്ട്, 40 എഴുതി, മൈനസ് 45 അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് 45 എന്നാവും. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ കിട്ടുക 15x മൈനസ് 10x വി ഗെറ്റ് 5x. 5x ഇസ് ഈക്വൽ ടു 40 പ്ലസ് 45 ദാറ്റ് ഈസ് 85. Then x is equal to, നമുക്ക് x ആണ് കാണേണ്ടത്. x is equal to we get 85 divided by this 5. ഇവിടെ 85 ഉണ്ട്, ഇവിടുത്തെ 5 ഇപ്പുറത്തേക്ക് പോയാൽ ഡിവൈഡഡ് ബൈ 5 ആവും. 85 divided by 5 എന്ന് വരും. That is equal to we get 85 divided by 5 എന്ന് പറയുന്നത് 17 ആയിരിക്കും. ഓക്കെ, ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടും 17. That is we get x is equal to 17. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂഷൻ ഈസ് x is equal to 17. Next question, solve 3x plus 8 is equal to 17. Okay, അതായത് 3x plus 8 is equal to 17 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് x വാല്യൂ കാണണം. സോ വി റൈറ്റ് ഹിയർ 3x എഴുതി, പിന്നെ 8 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്ത് വരും? 17 മൈനസ് 8 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഗെറ്റ് 9. സോ വി ഗെറ്റ് 3x is equal to 9. ദെൻ x is equal to നമുക്ക് എന്ത് വരും? 9 ആണ്. ഈക്വലിന്റെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡിവിഷൻ ആയിരിക്കും. അപ്പൊ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 9 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 എന്ന് വരും. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? x is equal to 3 എന്നായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോൾവ് 3x സ്ക്വയർ പ്ലസ് 11x മൈനസ് 4 is equal to 0. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്താണ്? ax സ്ക്വയർ പ്ലസ് bx plus c is equal to 0, where a not equal to 0. Okay, ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ we get a is equal to x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 3 ആണ്. സോ a equal to 3 എന്ന് കിട്ടും. ദെൻ ഇവിടെ x ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 11 ആണ്. ദാറ്റ് ഈസ് b is equal to നമുക്ക് എഴുതാം 11. ദെൻ c എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് -4 ആണ്. സോ c is equal to -4. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് x is equal to minus b plus or minus root b square minus 4ac divided by 2a ആണ്. സോ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഇതിൽ കൊടുക്കാം. ദാറ്റ് ഈസ് വി ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു ഹിയർ മൈനസ് ബി, ദാറ്റ് ഈസ് മൈനസ് 11 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഹിയർ ബി ഈസ് 11, ദാറ്റ് ഈസ് ബി സ്ക്വയർ 11 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ഹിയർ എ ഈസ് 3, സോ വി റൈറ്റ് 3 ഇൻറ്റു സി ഹിയർ ഈസ് മൈനസ് 4. ഓക്കെ, ഡിവൈഡഡ് ബൈ 2a, that is 2 into 3. Next we write this is equal to, we get minus 11 plus or minus root of 11 square is 121 minus this minus becomes plus. Okay, then 4 into 4, 16 into 3, that is 48, divided by 2 into 3, 6. That is equal to we get minus 11 plus or minus root of here 121 plus 48, we get 961, that is 169. Okay, divided by 6, that is equal to we get minus 11 plus or minus root of 169 is 13, so we write 13 divided by 6. Okay, now we get here minus 11 plus 13,
അതായത് -11 + 13 ഡിവൈഡ് ബൈ 6 എന്ന് ഒരു ടേം വരും. പിന്നെ അടുത്ത ടേം എങ്ങനെ വരും? -11 - 13 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞിട്ട് എഴുതാം. രണ്ട് റൂട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. x is equal to -11 + 13 by 6 എന്നാണ് ഒരെണ്ണം. -11 + 13 ഡിവൈഡഡ് ബൈ 6 എന്നായിരിക്കും. വേറൊരു എക്സിന്റെ വില എന്ന് പറയുന്നത് x is equal to -11 - 13 ഡിവൈഡഡ് ബൈ 6 ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. -11 + 13 എന്ന് പറയുന്നത് നമുക്ക് 2 വരും. 2 ഡിവൈഡഡ് ബൈ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. എക്സിന്റെ ഒരു വില എന്ന് പറയുന്നത് 1/3 ആയിരിക്കും. പിന്നെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ x is equal to ഇവിടെ വരും -11 - -13. That is we get -24 divided by 6. That is we get x is equal to -4 എന്ന് വരും. Therefore the solution എന്തൊക്കെ വരും? x is equal to 1/3 എന്നും വരും. x is equal to -4 എന്നും വരും. നെക്സ്റ്റ് പ്രോബ്ലം 2017 ചോദിച്ചതാണ്. Solve 2x² + 8x + 8 is equal to 0. It is a quadratic equation. Okay, so we compare it with ax² + bx + c is equal to 0. We get here a is equal to a എന്തായിരിക്കും 2 അല്ലേ? x² കോഎഫിഷ്യന്റ് ഇവിടെ 2 ആണ്. Then b is equal to b എന്ന് പറയുന്നത് 8 ആയിരിക്കും. b is equal to 8 and c is equal to we get 8. We know that x is equal to -b plus or minus √b² - 4ac divided by 2a. Substitute the value of a, b, c in this equation. We get this is equal to -b. Here b is 8. So we write -8 plus or minus √b², that is 8² minus 4 into a here is 2. C 8. Okay. Divided by 2a, that is 2 into here a is 2. That is equal to we get -8 plus or minus √8² is 64 minus here 4 into 2 into 8, that is 8 into 8 64 divided by 4, that is equal to -8 plus or minus 64 minus 64 is 0, so we get here 0 divided by 4. That is we write x is equal to -8 divided by 4. That is equal to we get -8 divided by 4 is -2. That is we get x is equal to -2. This is the solution. Next question, solve 2x + 4 divided by 2x - 3 equal to x + 4 divided by 2x - 4. ഇത് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി റൈറ്റ് 2x + 4 divided by 2x - 2 equal to x + 4 divided by 2x - 4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് 2x + 4 into 2x - 4 is equal to, നെക്സ്റ്റ് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുക 2x - 2 into x + 4. ദെൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം 2xനെ 2x ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വി ഗെറ്റ് 4x². ഓക്കെ, ദെൻ 2xനെ -4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വി ഗെറ്റ് -8x. നെക്സ്റ്റ് 4 into 2x, that is plus 8x. Next 4 into -4, that is we get -60 equal to, ഇവിടെയും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. We get 2x into x, that is 2x². Next 2x into 4, that is we get plus 8x. Then -2 into x, that is -2x. -2 into 4, that is we get -8. Here 4x² എന്ന് എഴുതാം. -8x plus 8x, that is 0 കിട്ടും. -16 പിന്നെ ബാലൻസ്, that is equal to we write here 2x². Then 8x minus 2x is plus 6x minus 8. നെക്സ്റ്റ് ഈ ടേമിനെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് കിട്ടുക 4x² minus 16. സ്ക്വയർ ഈക്വലിന്റെ അപ്പുറത്തേക്ക് വന്നാൽ നമുക്ക് കിട്ടുക -2x². Then plus 6x അപ്പുറത്തേക്ക് വന്നാൽ -6x. ഓക്കെ, -8 ഇങ്ങോട്ട് വന്നാൽ +8 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി ആദ്യം x² ടേം ഒരുമിച്ച് എടുക്കുക. അപ്പോൾ 4x² minus 2x² we get 2x². ഓക്കെ, then -6x എന്ന് എഴുതി. Then കോൺസ്റ്റന്റ് ടേം ഇവിടെ ഉള്ളത് -16 plus 8, that is -8 equal to 0. It is a quadratic equation.
Now we get 2x square minus 6x minus 8 is equal to 0. നമുക്കിപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇത് സോൾവ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a ആണ്. ഇക്വേഷൻ ഈ ജനറൽ ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ഗെറ്റ് a is equal to 2, b is equal to minus 6, c is equal to minus 8. So substitute the value in this equation. We get x is equal to minus of, here b is minus 6, so we write minus of minus 6 plus or minus root of b square, that is minus 6 whole square, minus 4 into a, here is 2, into c minus 8, divided by 2a, that is 2 into 2, that is equal to minus of minus 6 is 6 plus or minus root of minus square, that is positive, 6 square 36. Okay, this negative and this negative becomes plus. 4 into 2 into 8, we get 64 divided by 4. That is equal to, we write here x is equal to, we get 6 plus or minus root of 36 plus 64, we get 100. Okay, divided by 4. That is equal to 6 plus or minus 100 root of 100 is 10 divided by 4. Now we get x is equal to two values, that is 6 plus 10 divided by 4, 6 plus 10 divided by 4. Then x is equal to next value 6 minus 10 divided by 4. That is, we get here 6 plus 10, that is 16 divided by 4, that is equal to 4. Now we get x is equal to 4. Here we get 6 minus 10, that is minus 4 divided by 4, that is equal to minus 1. We get x is equal to minus 1. Therefore, the solution is x is equal to 4 and x is equal to minus 1. Next problem, solve 3x plus 4y is equal to 37, 8x plus 5y is equal to 76. 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ രണ്ട് വാരിയബിൾസ് എന്ന് പറയുന്നത് എക്സും വൈയും ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ എലിമിനേറ്റ് ചെയ്യണം ഒരു വാരിയബിൾ. അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യുന്നത് ഞാനിവിടെ y എന്ന് പറഞ്ഞ വാരിയബിളിനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. 3x plus 4y is equal to 37 നമുക്ക് ഇക്വേഷൻ 1 കൊടുക്കുക. 8x plus 5y is equal to 76 ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇവിടെ y എന്ന് പറഞ്ഞ വാരിയബിളിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് സെയിം ആക്കാം. അപ്പോൾ ആദ്യം ഇക്വേഷൻ 1 സെയിം ആക്കണം എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 1 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 20 വരും. ഇക്വേഷൻ 2 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 20 വരും. സോ ഇക്വേഷൻ 1 into 5 കാണാം. Equation 1 into 5 എന്താ വരിക? 3 into 5, that is we get here 15x. Okay, ഇവിടെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 20y is equal to, ഇവിടെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 37 into 5, 37 into 5 നമുക്ക് കിട്ടുക 185 എന്നാണ്. നെക്സ്റ്റ് ഇക്വേഷൻ 2 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇക്വേഷൻ 2 into 4, we get here 8 into 4 32x plus 5 into 4 20y is equal to 76 into 4 is 304. Next we subtract, we get here 185 minus 304, that is equal to, we get negative 119 varum. 20y minus 20y, that is 0 kittum. 15x minus 32x, that is we get minus 17x varum. Plus 0 anundayikka. That is we write negative 17x is equal to negative 119. That is we get x is equal to negative 119 divided by negative 17. We know that negative divided by negative is positive. 119 divided by 17 is equal to 7. That is we get x is equal to 7. Next we substitute the value of x is equal to 7 in equation 1. That is we write equation 1 becomes here 3x, that is 3 into x, here is 7. So we write 7 plus here 4y equal to 37. Okay, then 3 into 7, that is 21 plus 4y equal to 37. That is we write 4y is equal to 37. ഇവിടെ പ്ലസ് 21 ആണ്, അത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ minus 21 വരും. That is we get 4y is equal to 37 minus 21. Here plus 21 it becomes
minus 21. Okay, that is we get 37 minus 21 is equal to 16. That is 4y is equal to 16. That is y is equal to 16 divided by 4. Into 4 ആണ് division 4 ആയിരിക്കും. That is equal to 16 by 4 is 4. That is we get y is equal to 4. Now we get the solution is x is equal to 7 and y is equal to 4. X is equal to 7 and y is equal to 4. Next question, solve 2a plus b is equal to 10 and a plus 2b is equal to 11. 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷന് 1ഉം രണ്ടാമത്തെ ഇക്വേഷന് 2 കൊടുക്കാം. ദാറ്റ് ഈസ് വി റൈറ്റ് 2a plus b is equal to 10. Putting it as equation number 1. Next, a plus 2b is equal to 11. Putting it as equation number 2. ഇവിടെ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കുക. ഇവിടെ എന്റെ കോഎഫിഷ്യന്റ് ആണ് ഞാൻ സെയിം ആക്കുന്നത്. ഇവിടെ 2a ആണ്. സോ ഈ ഇക്വേഷൻ 2നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ 2a ആക്കാൻ പറ്റും. സോ ആദ്യം ഇക്വേഷൻ 2നെ ഒന്ന് മാറ്റാം. ഇക്വേഷൻ 2 into 2 കാണാം. ദാറ്റ് ഈസ് വി ഗെറ്റ് 2a, ഓക്കെ, പ്ലസ് ഇവിടെ 2 into 2 4b, that is equal to 11 into 2, that is 22. Okay, ഇതിന് ഇക്വേഷൻ സ്റ്റാർ എന്ന് കൊടുക്കാം. ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ സ്റ്റാറും കൂടി സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് വി റൈറ്റ് 2a plus b equal to 10 എടുക്കാം. Then 2a plus 4b is equal to 22. Next we subtract these two equations. We get here 10 minus 22, that is we get minus 12. Okay, b minus 4b, that is minus 3b. 2a minus 2a, 0. Next we write b is equal to minus 12. Here minus 3 into b, so it becomes division minus 3. Okay, that is equal to minus divided by minus is positive. 12 divided by 3 is 4. We get b is equal to 4. Next, substitute the value of b in equation 1. We get equation 1 implies, that is we write here, that is we write 2a plus, here b is 4, so we write 4 is equal to 10. Okay, then 2a is equal to, we write 10 minus 4, that is 10 minus 4 we get 6. That is we get 2a is equal to 6, that is a is equal to 6 divided by 2, that is equal to 3. That is we get a is equal to 3 and b is equal to 4. Therefore the solution is a equal to 3, b is equal to 4. Next question, solve x raised to 10 minus 33x raised to 5 plus 32 equal to 0. 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. We can rearrange this equation as, here x raised to 10, we write it as x raised to 5 whole square. Okay, x raised to 10 we write x raised to 5 whole square minus 33 x raised to 5 plus 32 equal to 0. Next we put x raised to 5 equal to y. Okay, then this equation becomes, we write here x raised to 5 we take y, so y square, it becomes y square minus 33. Here x raised to 5 we put here y, that is 33y plus 32 is equal to 0. Now it becomes a quadratic equation. Solve this equation using the formula minus b plus or minus root b square minus 4ac divided by 2a. Here a is equal to coefficient of y square, that is 1. Okay, then b is equal to coefficient of y, that is minus 33. Here c is equal to 32, constant 32. Okay, next substitute the value in this equation. We get y is equal to minus b, that is minus of minus 33 plus or minus root of b square, that is minus 33 whole square minus 4ac, a here is 1, c 32 divided by 2a, that is 2 into a here 1, that is equal to, we get minus of minus 33 is 33 plus or minus root of minus square is positive, 33 square is 1089 minus 4 into 1 into 32, we get 128 divided by 2.
Next we write y is equal to here 33 plus or minus root of here 1089 minus 128 we get 961. Root of 961 divided by 2. That is equal to we write 33 plus or minus root of 961 is 31. Okay, divided by 2. Now we get y is equal to 33 plus 31 divided by 2, one value. Next, y is equal to 33 minus 31 divided by 2. That is equal to, we write here 4, 6 divided by 64 divided by 2. That is, we get 3, 2, 32. That is, y is equal to 32. Here, we get y is equal to 33 minus 31. That is 2 divided by 2. That is equal to 1. Y is equal to 1. Therefore, the solution is y is equal to 32 and y is equal to 1.